സത്യം പറയാലോ, ഞാനിപ്പോ എന്താണ് കണ്ടത്? മിക്കായിൽ കാണിച്ചത് എന്തോ ആയിരുന്നു സ്റ്റാർട്ട്. അതൊരു വില്ലന്റെ ഒരു ഒരു റൈസ്, നമ്മൾ KGF കാണുന്ന റോക്കിയുടെ ഒരു റൈസ് പോലെ ഒരു റൈസാണ് നമ്മൾ ഇതിലും കണ്ടത്. പക്ഷെ മാർക്കോന്റെ ഇതില് എയർ റേറ്റഡ് ആണേലും പിള്ളേർക്ക് കാണാനൊന്നും പറ്റൂല എന്നാണ്. പക്ഷെ അതുകൊണ്ടൊന്നല്ല, പിള്ളേർക്ക് കാണാൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിഗംഭീരമായ എക്സ്ട്രീം വയലൻസ് ഉണ്ട് ഈ സിനിമയ്ക്ക്. എന്ന് വെച്ചാൽ കില്ലെന്ന സിനിമയിൽ അത് ഒരു മിഡ് വയലൻസ് ആയിരുന്നു. ബട്ട് മാർക്കൊന്ന് നിങ്ങളൊന്ന് കാണണം. നിങ്ങൾ 18+ ആയതുകൊണ്ട് പിള്ളേർ നിങ്ങളിതൊന്നും കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും OTT വരുമ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്. അപ്പൊ തന്നെ പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ കട്ട് ചെയ്തൊക്കെ വെക്കായിരിക്കും. ബട്ട് ഇത് മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുന്നേ ഉള്ളൂ. ഏറ്റവും എൻ്റെ തല ഫുള്ള് ബ്ലാങ്ക് ആയി കിടക്കുക. അവസാനം എന്തോ ഇവിടെ നിന്നതുപോലെ. അപ്പൊ ബാക്കി ഇല്ലെന്ന് നമുക്ക് സംശയം വരും. പക്ഷെ നിങ്ങളിത് മാക്സിമം എൻജോയ് ചെയ്യും. ഫസ്റ്റ് ഹാഫ് ഏറ്റവും അമ്മ വേറെ ലെവല്. ഒരു കുറച്ച് സീൻസ് ഒക്കെ കണ്ടിട്ട് ഒരു ഇച്ചിരി KGF 5 വരുന്നുണ്ട്. ബട്ട് ഇത് അതിക്കും നെക്സ്റ്റ് ലെവലാണെന്ന് ഞാൻ പറയുന്നു, 100% ഞാൻ പറയുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നൂ, ഇറ്റ്സ് എ ഫ്രിക്കിംഗ് ബ്ലഡ് ബാത്ത് എന്ന് ഞാൻ പറയാണ്. ഇറ്റ്സ് എ ഫ്രിക്കിംഗ് ബ്ലഡ് ബാത്ത്, മസ്റ്റ് വാച്ച്. ഇതോടെ തന്നെ 2024 ഏറ്റവും ബെസ്റ്റ് പടം എന്ന് ഞാൻ പറയുള്ളൂ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.